ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നാണ് ആദ്യമായി പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവുന്ന നിമിഷം. പക്ഷേ ഇതൊരു അൺപ്ലാൻഡ് പ്രഗ്നൻസി ആണെങ്കിലോ സന്തോഷത്തിന് പകരം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിരിക്കും ആ ദമ്പതികൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രഗ്നൻസി എപ്പോഴും ഒരു പ്ലാൻഡ് ആയ ഒന്നായിരിക്കണം എന്ന് പറയുന്നത്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന്, അതായത് നമുക്ക് വേണ്ടാത്ത സമയത്ത് പ്രഗ്നൻസി മാറ്റിവെക്കുന്നതിനാണ് ഫാമിലി പ്ലാനിങ് മെത്തേഡ്സ് അഥവാ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. ഇത് പല രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. രണ്ടോ മൂന്നോ കുട്ടികളായി ഇനി നമുക്ക് കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ദമ്പതികൾക്ക് പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്, അതായത് ട്യൂബൽ ലൈഗേഷൻ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സിസേറിയൻ സമയത്ത് ചെയ്യാറുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിൽ കീ ഹോളിലൂടെ, അതായത് ലാപ്രോസ്കോപ്പിക് ട്യൂബൽ ലൈഗേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പെർമനന്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഇനി കുറച്ചു കാലത്തേക്ക് പ്രഗ്നൻസി മാറ്റിവെക്കാൻ വേണ്ടി, വിവാഹം കഴിഞ്ഞ് 1-2 വർഷത്തേക്ക്, അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായി 2-3 വർഷം കഴിഞ്ഞിട്ട് മതി അടുത്ത കുട്ടി, ഇതുപോലെ വേണ്ട ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കാണ് നമുക്ക് ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഇത് 2-3 തരത്തിലുണ്ട്. നാച്ചുറൽ മെത്തേഡ്സിന് സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നാച്ചുറൽ മെത്തേഡ്സ് കൂടുതൽ ഫെയില്യൂർ റേറ്റ് ഉണ്ട്. അതായത് സെമൻ ഉള്ളിൽ പോകാതിരിക്കുന്ന തരത്തിൽ ബന്ധപ്പെടുക, കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയാം. അതുപോലെ ഓവുലേഷൻ സമയത്ത് ബന്ധപ്പെടുന്നത് സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യുക. ഇതിന് ഓവുലേഷൻ സമയം നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കി അണ്ടോൽപാദന സമയമാണോ എന്ന് മനസ്സിലാക്കണം. സോ ഇതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. ഇനി ബാരിയർ മെത്തേഡ്സ്, കോപ്പർ ടീ, കോണ്ടം ഇതുപോലുള്ള ബാരിയേഴ്സ് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ബാരിയർ മെത്തേഡ്. പിന്നെ ഉള്ളത് ഹോർമോണൽ മെത്തേഡ്. ഹോർമോണൽ കോൺട്രാസെപ്ഷൻ സക്സസ് റേറ്റ് വളരെയധികം ഉണ്ട്. ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഇത് ടാബ്ലറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇഞ്ചെക്റ്റബിൾസ് ഉണ്ട്. യൂട്രസിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസസും ഉണ്ട്. ചില ചെറിയ സൈഡ് ഇഫക്ട്സ് ഒഴിച്ചാൽ ഇത് വളരെയധികം സക്സസ് റേറ്റ് ഉള്ള സുരക്ഷിതമായ മെത്തേഡ് തന്നെയാണ്. ഇനി അടുത്തത് ലാസ്റ്റ് ഞാനൊന്ന് പറയുന്നത് എമർജൻസി കോൺട്രാസെപ്ഷനെ പറ്റിയാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഐപിൽ എന്നല്ല. ഇത് ഒരു പേര് പോലെ തന്നെ ഒരു എമർജൻസിക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാം. സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സക്സസ് ഉണ്ട്. പക്ഷേ സമയം താമസിക്കും തോറും, ആദ്യത്തെ 24 മണിക്കൂർ 90% പ്രൊട്ടക്ഷൻ കിട്ടുമെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകും തോറും ആ പ്രൊട്ടക്ഷൻ റേറ്റ് കുറഞ്ഞു വരും. പക്ഷേ ഓവുലേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു എമർജൻസിക്ക് മാത്രം ഉപയോഗിക്കാവുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലെങ്കിൽ ഐ പിൽസ്.